ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എന്നത്തെയും പോലെ എണീക്കുമ്പോൾ ഇന്നും ഏകദേശം ഒരു 10 മണി 10:15 അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എണീറ്റപ്പോൾ തന്നെ കുറേ നേരം ഇങ്ങനെ വെള്ളം കുടിച്ച് ഇന്നത്തെ ദിവസമൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ആലോചിച്ചിരിക്കും. അങ്ങനെ ആലോചിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി സമയം പോകുന്നു. അപ്പോൾ തന്നെ ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്യാനും ഫേസ് വാഷ് ചെയ്യാനൊക്കെ നിന്നിട്ടോ. ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എല്ലാ റൂമിലും ഓടി നടന്ന് എല്ലാ ജനവാതിലും തുറന്നിടും കേട്ടോ. രാവിലെ ജനവാതിൽ തുറന്നിടുമ്പം എല്ലാ റൂമിലേക്കും ഇങ്ങനെ വെളിച്ചടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇങ്ങനെ നല്ലൊരു രസമാണ് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കാനും എന്ത് പണികളുണ്ടെങ്കിലും ഒക്കെ ചെയ്തിടാനൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ കഴുകിയിട്ട ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനും ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഡ്രസ്സൊന്നുമില്ല, 2 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ഒന്ന് കഴുകാനുള്ളതാണ് ഞാൻ ആദ്യം കൊണ്ടിട്ടിനു. ഈ 2 ഡ്രസ്സ് ഞാൻ മടക്കി വെച്ചപ്പോൾ തന്നെ കുറേ പണികൾ കഴിഞ്ഞിട്ടോ. ഒരു സംതൃപ്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന്. അങ്ങനെ എൻ്റെ ഡ്രസ്സുകളൊക്കെ അധികം ഞാൻ തന്നെയാണ് കഴുകലും ഇങ്ങനെ ഒതുക്കി വെക്കലൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന പണി എന്തായാലും ഞാൻ എടുക്കുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇങ്ങനെ ബെഡൊക്കെ നല്ല വൃത്തിയിൽ കുടഞ്ഞ് ഒതുക്കി വെക്കൽ. ഇന്ന് ഞാൻ നല്ലോണം നേരം വൈകിയുണ്ടേനു എണീക്കുമ്പോൾ. അതിനെക്കൊണ്ട് മറ്റേ പണികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമാട്ടോ ഞാനിത് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ ആദ്യം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ 2 ബെഡും ഒരുമിച്ചാണ് ഈ റൂമിലിടൽ. അപ്പുറത്ത് ആൻറ്റി ഇപ്പുറത്ത് ഞാനും ഇന്നും കിടക്കൽ. അങ്ങനെ ഞങ്ങൾ എന്താക്കി മെല്ലെ 2 ബെഡും 2 സൈഡിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇവിടെ ഞാനാട്ടോ കിടക്കുന്നത്, അപ്പുറത്തെ ബെഡിലാണ് ആൻറ്റി കിടക്കുന്നത്. അപ്പം എൻ്റെ ബെഡൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കി വെക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ റൂമൊക്കെ വെൽ ഓർഗനൈസ്ഡായി കിടക്കുന്നത് കാണാനും. എനിക്കിഷ്ടമാണ് അങ്ങനെ കാണാനും. ഇത് ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ശീലിച്ചൊരു ശീലമാട്ടോ. പിന്നെ അതങ്ങോട്ടേക്ക് ഒരു ഹാബിറ്റായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആൻറ്റീൻ്റെതും ഇങ്ങനെ ആൻറ്റീൻ്റെ ബെഡും ഇങ്ങനെ നല്ല രീതിയിൽ തട്ടിക്കുടഞ്ഞ് നല്ല രീതിയിൽ വിരിച്ച് വെക്കണം കേട്ടോ. എനിക്ക് എൻ്റെ റൂം ഇങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം. പിന്നെ ബെഡ് ഇപ്പം 2 ഭാഗത്തും ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയപ്പം അവിടേക്ക് TVൻ്റെ ആ സ്റ്റാൻഡ് കൂടി കൊണ്ടുപോയിട്ടോ. അപ്പം അവിടെ തന്നെ മറ്റേ ചാർജ് ചെയ്യുന്ന സ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ചാർജ് ചെയ്യുന്നതിനെ കൊണ്ട് റൂമിൽ തന്നെ അങ്ങനെ വെക്കുക. അപ്പം ചാർജറൊക്കെ ഒതുക്കി പിന്നെ ടേബിളിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കിയിരുന്നു. അത് വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ റൂം വരുന്നത്. ഇപ്പം കുറച്ച് നല്ലൊരു വൃത്തിയുണ്ട് റൂം കാണുമ്പോൾ തന്നെ. പിന്നെ അധികം ഞാൻ വൈകാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ നിന്നത്. വലിയ പണിയെന്നൊന്നുമില്ല, ജസ്റ്റ് ആ സാധനങ്ങളൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള ഭാഗത്ത് വെക്കുക, പിന്നെ ആ ജനലൊക്കെ ഒന്ന് തുറന്നിടുക, ഒക്കെ തന്നെയുള്ളൂ. വലിയ പണികളൊന്നുമില്ല കേട്ടോ. റൂം എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത് കാണണം കേട്ടോ എനിക്കധികം ഇഷ്ടം. പിന്നെ ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകും. അവിടെ ഏകദേശം ഇങ്ങനെയൊക്കെ കിടക്കുക. 2-3 ദിവസമായിട്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേനു കേട്ടോ. അതാണ് ഇത്രയും പണി എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ഞാനിങ്ങനെ പണിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ പണിയും തീർത്തിനു. ഇനി അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ തന്നെയുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും തുടയ്ക്കലൊന്നുമില്ല, ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ തുടയ്ക്കലുള്ളൂ. ഒന്നില്ലെങ്കിൽ ഞാൻ തുടയ്ക്കും അല്ലെങ്കിൽ അമ്മ തുടയ്ക്കും. അപ്പം അമ്മക്ക് പണിക്ക് പോകുന്നതും കൊണ്ട് അധികം വീട്ടിലത്തെ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്യൽ. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഈ ഹെയറും സ്കിന്നൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നില്ലേനു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് കൂടി ഞാൻ ചെയ്യില്ലേനു. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ മാത്രമൊക്കെ തന്നെ ഞാൻ ചെയ്യലുണ്ടേനുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഒന്നാമതേ ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലായി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി സ്കിന്നൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങാനൊക്കെ ഒന്നൊന്ന് തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് ഫേഷ്യൽ ലെയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇടാമെന്ന്. അപ്പോൾ തന്നെ ഒരു ഉണർവൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഫേഷ്യൽ ലെയേഴ്സൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ ഫേഷ്യൽ ലെയർ എപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ഞാൻ ഐസിങ് ചെയ്യും കേട്ടോ. കാരണം അങ്ങനെയാണ് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആ റെമഡി എനിക്ക് നല്ല അടിപൊളി വർക്ക് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രീസറിൽ പോയി നോക്കിയപ്പം അത് അതേപോലെ തന്നെ വെള്ളം പോലെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫേസ് പാക്കൊക്കെ ഇടാമെന്ന്. അങ്ങനെ എപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫേസ് പാക്ക് ആട്ടോ ഇത്. ഒന്നുമില്ല, ജസ്റ്റ് കടലമാവും പിന്നെ തൈരും കോഫി പൗഡറൊക്കെ തന്നെയുള്ളൂ. പിന്നെ അത് കുറേ ഉണ്ടാക്കിപ്പോയി സാരില്ല, ബോഡിയിലെങ്കിലും തേക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് അതിനൊന്നും ഇപ്പോൾ ഒരു മൂഡില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഫേസിലൊക്കെ തന്നെ ഞാൻ പിന്നെ ആ പാക്ക് ഇടാൻ നിന്നിട്ടുള്ളൂ. ഇത് നല്ലൊരു പാക്ക് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യൽ. ഇതന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാനിതൊരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ അപ്പം തന്നെ നേരെ വേഗം കുളിക്കാൻ പോയിട്ടോ. അധിക നേരം വെക്കാനും പാടില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം പോയി കുളിക്കാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വന്നേനു കേട്ടോ. ജസ്റ്റ് മേല് മാത്രമേ കുളിച്ചിട്ടുണ്ടേനുള്ളൂ. പിന്നെ അത് മാത്രമല്ല കുറച്ച് മുന്നേ അമ്മ വിളിച്ച് പറഞ്ഞിട്ട് പോവാന്നൊക്കെ വിളിച്ച് പറഞ്ഞേനു. പിന്നെ ഇപ്പം തല കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വെയിൽ കൊള്ളും ചെയ്യും. പിന്നെ എനിക്ക് ഈ മൈഗ്രൈൻ്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ തലവേദനയൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ പിന്നെ തലയൊന്നും കുളിക്കാൻ പോയില്ല. ജസ്റ്റ് മേല് മാത്രം കഴുകിയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറേ നേരമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഇവിടെ എത്താൻ എന്നെ വിളിച്ച് പറയുകയും ചെയ്തപ്പോൾ ഞാൻ ഷടപടേന്ന് പറഞ്ഞിട്ട് മാറ്റി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഞാൻ മാറ്റി കയ്യിലും കറക്റ്റ് സമയത്ത് തന്നെ അമ്മ വീട്ടിലെത്തിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നടന്ന് കാഴ്ചകളും കണ്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഒരുപാട് ദൂരത്തേക്കൊന്നല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ 2-3 സാധനങ്ങൾ വാങ്ങാനൊക്കെ തന്നെ കേട്ടോ പോയത്. പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് നടക്കണം റോഡെത്തണമെങ്കിൽ. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോയും കിട്ടി. അതിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവുക കേട്ടോ ചെയ്തേ. ഞങ്ങൾ പോയ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ബേക്കറി കയറി 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ കണ്ടതാണിത് കേട്ടോ. നല്ല ചൂട് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന നല്ല എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പം ഞാൻ 2-3 വാങ്ങി. ഞങ്ങളത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോഴത്തേക്കും ചായ കുടിക്കാനൊക്കെയുള്ള നേരമായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ചായ ഉണ്ടാക്കി അവിടുന്ന് വാങ്ങിയ ചിക്കൻ റോളും കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആൻറ്റി അനിയനൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ വേഗം പോയി ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചിക്കൻ റോളും കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.